ഇവിടെ നിന്നുള്ളൊരു വ്യൂ അതിമനോഹരം തന്നെയാണ് കേട്ടോ. കാരണം നല്ലൊരു വ്യൂ ആണ്. എത്രയോ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ ആകെ മൊത്തം ഒരു ഇതിൽ നിൽക്കുവാണ്. പിന്നെ ബാഗൊക്കെ വന്ന് മണത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായൊരു കല്ലുണ്ട്. ആ കല്ല് ഇങ്ങനെ അടിക്കുമ്പോൾ മണിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ആകെ മൊത്തം നല്ലൊരിതാണ്. പിന്നെ ഈ മരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ചെമ്പകം. താബർ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് കോറാളി മലയിലോട്ടാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് മുതുവൻ തിരുമേനി റോഡിലാണ്. അപ്പൊ നമ്മൾ കോറാളി മലയിലോട്ട് പോവാണ്. ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. അപ്പൊ അറിയത്തില്ല എങ്ങനെയൊക്കെ കാഴ്ചകളെന്ന്. അപ്പൊ നേരെ നമുക്ക് പോവാം. നമ്മളിപ്പോൾ കോറാളി മലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ നിന്ന് മാറി ഇപ്പം ചെറിയൊരു റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി ചെറിയ വഴിയാണെങ്കിലും വഴി സൈഡിലെല്ലാം വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇന്ന് കാലാവസ്ഥയെല്ലാം വളരെ നല്ലതായതുകൊണ്ട് യാത്ര മനോഹരമാവുന്നു. വളരെ കുത്തനെയുള്ളൊരു കയറ്റമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഏതായാലും റോഡ് സൈഡിലൊക്കെ എന്താ പറയേണ്ടത്, അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നോക്കിയ ഒരു വലിയൊരു വളവ്, അത് വളരെ കഷ്ടപ്പെട്ടാണ് കയറിപ്പോയത്. കാരണം ചെറിയ റോഡുമാണ്, വലിയൊരു വളവാണ്. ശരിക്കും റാ പോലത്തെ വളവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിയൊക്കെയാണ്. തെങ്ങ് കാണാം, ബാക്കി റബ്ബറുണ്ട്, ബാക്കി കൃഷികളെല്ലാം ഉണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സാക്റ്റ് വഴിയും അറിയത്തില്ല. ഇത്ര നേരത്തെ വലിയ കയറ്റത്തിന് ശേഷം ഇപ്പോഴാണ് ചെറിയൊരു നിരപ്പ് കണ്ടത്. ഇനി എങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന വലിയൊരു മരമാണ് കൊടംപുളി. അത് താഴെ പച്ചപ്പുളിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഉണക്കിയിട്ടാണ് നമ്മൾ കൊടംപുളി ആക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ കറക്റ്റ് എക്സാക്ട് സ്ഥലം ഒന്നും അറിയത്തില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അതിമനോഹരമായ സ്ഥലം തന്നെയാണ്. ഇവിടെയൊക്കെ റബ്ബർ നട്ടിട്ടുണ്ട്. അവിടെ ഒരു വീട് കാണുന്നുണ്ട്. പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഏതൊക്കെയോ മല കാണുന്നുണ്ട്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറേ നേരം വരെ ടാറിംഗ് റോഡായിരുന്നു. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് വഴിയാണ്. ഇവിടം വരെയുള്ള വഴി ആൾക്കാരൊക്കെ ആക്കിയ സമ്മതിക്കണം. ഭയങ്കര മല തന്നെയാണ്. അത് വെച്ചിട്ട് ഇത് വെച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടൊരു വഴി കാണുന്നുമില്ല. ഇനിയിപ്പോൾ എവിടെയാണ് അതിന്റെ എക്സാക്ട് സ്ഥലമൊന്നും നമുക്ക് പിടി കിട്ടുന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. ഭാഗ്യത്തിന് ഏതായാലും റേഞ്ച് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഫോൺ വിളിച്ചാലൊക്കെ കിട്ടും. അപ്പൊ അത് വിളിച്ച് നോക്കുവാണോ, എന്നിട്ട് നോക്കണം നമുക്ക് ഇനി ബാക്കി എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഞാനിപ്പോ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയല്ല, ഈ വഴി എത്തുന്നതിന് മുമ്പ് വേറൊരു വഴി കൂടെ മുകളിലോട്ട് പോവാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഏതായാലും പോയി നോക്കുവാണ്. ഏതായാലും ഇവിടുത്തെ സ്ഥലം കൊള്ളാം, അതിമനോഹരമാണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ താഴോട്ടൊക്കെ വരുന്നതെന്നൊക്കെ സമ്മതിക്കേണ്ട കേസ് തന്നെയാണ്. അപ്പൊ ഈ വഴി കൂടെ പോയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളേതായാലും വണ്ടി ഇവിടെ സൈഡാക്കി വെക്കുവാണ്. കാരണം അങ്ങോട്ടേക്ക് അത്ര നല്ല വഴിയല്ല, ബൈക്ക് പോകുന്ന വഴിയല്ലെന്നാണ് പറയുന്നത്. ഏതായാലും നല്ല വെയിലൊക്കെ ഉണ്ട്, മഴയൊന്നുമില്ല. അതുകൊണ്ട് കാഴ്ചകളൊക്കെ നല്ല കാഴ്ചയിൽ കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. മച്ചന്മാരെ ഇപ്പൊ ഈ മുകളിലോട്ടുള്ള റോഡാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഇതൊരു പട്ടി വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അദ്ദേഹവും പേടിയുണ്ട്, നമ്മളും പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പൊ ഇതിന്റെ വീട്ടുകാരെല്ലാം കാണുന്നുണ്ടോ അറിയത്തില്ല. എന്നാലും ഇപ്പൊ അടുത്തോട്ട് വന്നിട്ട് വരുന്നുണ്ട്. ഇത് കടിക്കുന്ന എല്ലാം തോന്നുന്നു. എന്നാലും നമ്മൾ ആകെ മൊത്തം ഒരു ഇതിൽ നിൽക്കുവാണ്. പിന്നെ ബാഗൊക്കെ വന്ന് മണത്ത് നോക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ തന്നെ ഇങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ പട്ടി വേറെ ഒന്നും ചെയ്തൊന്നുമില്ല ഭാഗ്യത്തിന്. ഏതായാലും നമ്മളോട് മര്യാദക്ക് നടന്ന് കയറിപ്പോയി. ഇപ്പം ഇങ്ങനത്തെ നല്ലൊരു വഴിയാണ് കാണുന്നത്. പിന്നെ ഈ സ്ഥലം അതിമനോഹരമാണ്, നല്ല കാറ്റും ഇതെല്ലാം കിട്ടുന്നുണ്ട്. അല്ല, നമ്മുടെ ക്യാമറമാൻ ഇതാ മുന്നിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞ് ഞാനൊന്ന് ക്യാമറ പിടിച്ച് സംസാരിച്ച് നോക്കാമെന്ന് പറയാം. കൂടുതൽ ചക്കയൊക്കെ ആയിപ്പുണ്ട്. വളരെ ചെറിയ പ്ലാവാണ്, പക്ഷെ എന്നാലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ചക്കയൊക്കെ ആയിപ്പുണ്ട്. മഴക്കാറ് അതിൽ അപ്പുറത്തെ ഭാഗത്ത് കാണുന്നുണ്ട്, എങ്കിലും മഴ പെയ്യില്ലെന്ന് വിചാരിക്കുന്നു. റോഡ് ഇങ്ങനെ കട്ട് ഓഫ് റോഡ് തന്നെയാണ്. ഏതായാലും ബൈക്ക് എടുക്കാഞ്ഞാൽ നന്നായി. ഇങ്ങോട്ട് വരുന്ന തന്നെ കോൺക്രീറ്റ് പാതയൊക്കെ ആയിരുന്നു, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ പാതയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് കയറി വരാൻ പറ്റി. ഇതല്ലേ, ഇതാണ് കോറാളി കാവേരി കുളം ദേവി ക്ഷേത്രം കാവ്. അപ്പം ഇത് വളരെ പണ്ട് തൊട്ടേ ഉള്ളൊരു കാവാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം മലയുടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാനിപ്പം പറഞ്ഞു ഇത് കോറാളി കാവേരികുളം ദേവീക്ഷേത്രം കാവെന്ന് പറഞ്ഞു. ആ കാവ് ആകുന്നതിന് മുമ്പ് അതിനൊരു കഥയുണ്ട്. അതെന്ന് വെച്ചാൽ ഇതേതൊരു മുസ്ലിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കാവായിരുന്നു, ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായ ഒരു കല്ലുണ്ട്. ആ കല്ല് ഇങ്ങനെ അടിക്കുമ്പോൾ മണിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്, മണി കൂട്ടുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങനൊരു ആൾക്കാർക്ക് കൊടുത്ത് ഇതിങ്ങനെ ഒരു കാവായിട്ടിപ്പം ആക്കിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ വിളക്ക് വെക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എങ്കിലും ഇങ്ങോട്ട് പോകാനൊരു വഴിയെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ചെറുതായിട്ട് എന്തെങ്കിലും ആ കല്ല് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ആകെ മൊത്തം നല്ലൊരു സ്ഥലമാണ്. എന്താ പറയണ്ടത്, ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ വലിയ പാറയും ഇതൊക്കെയാണ് കാണുന്നത്. കൊള്ളാം. ഇത് അരയാലാണ് ഈ മരം കാണുന്നത്. അരയാലിന്റെ വള്ളികളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതല്ലേ, അരയാലിന്റെ ഇലയാണ്. അപ്പം ഈ ഒരു വലിയ കല്ല് കണ്ടു, ഈ കല്ലിന്റെ താഴെയാണ് ആ മണി മുഴങ്ങുന്ന കല്ലെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ ഇപ്പോൾ ഒരു വഴിയില്ല, കാരണം ഇവിടെ ഫുള്ള് കാടായിട്ട് കിടക്കുവാണ്. ആകെ മൊത്തം നല്ലൊരു സ്ഥലം തന്നെയാണ്. എന്താ പറയണ്ടേ, കാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു നമ്മൾ പണ്ട് കാലം തൊട്ട് കാണപ്പെടുന്ന ഒരു കാവ് പോലെയല്ല തോന്നുന്നത്. കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടാണ്. പിന്നെ ഇവിടുന്ന് കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ കുറെ മലകൾ കാണുന്നുണ്ട്. ആ സ്ഥലം നമുക്ക് എക്സാക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇത് എവിടെയാണ്. കാരണം വെച്ചാൽ ഇവിടെ നെറ്റിന് അധികം സ്പീഡ് കുറവാണ്, നെറ്റ് ഒട്ടും തീരെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ട് ഒരു സ്ഥലം കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഇവിടുന്ന് ദൂരം നിന്ന് നോക്കി കാണുമ്പോൾ ഒരു മല, അത് അതിമനോഹരം തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട് വരുമ്പോഴും നല്ല കാറ്റൊക്കെ കിട്ടുമായിരുന്നെങ്കിലും ഇതിന്റെ ഉള്ളിൽ വരുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരയാലിന്റെ അത് പ്രത്യേകത കാരണം തന്നെയായിരിക്കും. ഇവിടെയൊക്കെ നല്ലൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് ഇങ്ങനത്തെ നല്ല സ്ഥലത്തൊക്കെ പല ഇഴജന്തുക്കളും കയറി ഇരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇങ്ങോട്ട് കയറി വരാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാലാണ്, നിങ്ങളിപ്പോൾ ഓൾറെഡി ബോർഡിൽ കണ്ടിട്ടുണ്ടോ, പ്രസിദ്ധമായ കാവേരി കുളവും കോറാളി ക്ഷേത്രവും ഉള്ളത്. അപ്പൊ ആ കാവേരി കുളത്തെ പറ്റി പറയുകയാണെങ്കിൽ എത്ര കടുത്ത വേനൽക്കാലത്തും അത് വറ്റൂല എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു എന്നാ പറയുക, ഒരു സിദ്ധിയുള്ള ഒരു കുളമാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്കറിയത്തില്ല, നമ്മൾ അങ്ങോട്ട് പോയി നോക്കുവാണ് അത് എങ്ങനെയുള്ള കുളമാണെന്ന്. പിന്നെ കോറാളി ക്ഷേത്രം അത് വളരെ പുരാതന കാലത്തെ ഉള്ള ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും പൂജയൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴും ഇല്ലെന്നാണെന്ന് പറയുന്നത്. നമ്മളിവിടെ അടുത്തുള്ള ഒരു ചേട്ടനോട് ചോദിച്ചിട്ടാണ് ഈ ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ഏകദേശം നല്ല ഹൈറ്റിലാണ്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോലും ഇലക്ട്രിസിറ്റി ഉണ്ട്. അത് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ വീടുകളൊക്കെ വളരെ കുറവാണ്, എന്നാലും ഇവിടെയൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു ഭയങ്കര ഉപകാരമാണ്. അങ്ങ് ദൂരെ ഏതൊരു പള്ളി കാണുന്നുണ്ട്. പിന്നെ ഇത് അങ്ങ് അപ്പുറത്തൊക്കെ ഏതോ കൺസ്ട്രക്ഷൻ വർക്ക്, പിന്നെ അവിടെയൊക്കെ കുറേ സ്ഥലം കാണുന്നുണ്ട്. ഏതായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ അതിമനോഹരം തന്നെയാണ് കേട്ടോ. കാരണം നല്ലൊരു വ്യൂ ആണ്. എത്രയോ ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഇതൊക്കെ എവിടെയാണ്. അങ്ങ് ദൂരെ ഏതൊരു മലയുടെ മുകളിൽ ഒരു ടവർ കാണുന്നുണ്ട്. കൊള്ളാം, സ്ഥലം അതിമനോഹരം തന്നെയാണ്. ഇന്ന് എന്തോ ഭാഗ്യവശാൽ നല്ല വെയിലുള്ളതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ കോറാളി ക്ഷേത്രം. അപ്പോൾ
പൂജയൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. നിത്യപൂജയില്ല, ഇടയ്ക്കിടയ്ക്ക് പൂജ ചെയ്യുന്ന സ്ഥലം തന്നെയാണെന്ന് പറയുന്നത്. ഇത് ദേവീക്ഷേത്രമാണ്. അപ്പോൾ ദേവിയായിരിക്കും ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. കണ്ണൂർ ജില്ലയിലാണ് കോറാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുമേലിൽ നിന്ന് 4 കിലോമീറ്റർ ആണ് കോറാളിയിലോട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വന്ന വഴിയെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ കാവേരി കുളം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കമ്പിട്ട് കഴിഞ്ഞാൽ നല്ല ആഴമുള്ള കുളമെന്നാണ് പറയുന്നത്. കമ്പിട്ട് കഴിഞ്ഞാൽ നല്ലതുണ്ട്. അതായത് ഇവിടെ ഒരു കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ഏതായാലും ഈ പാറേന്റെ ഇടയ്ക്കാണ് ഈ കുളം എന്നാണ് സമ്മതിക്കേണ്ട കേസ്. അപ്പോൾ ഈ പാറേന്റെ ഇടയ്ക്കുള്ളതായിട്ടാണ് ഈ കുളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കാണുന്നത്. പിന്നെ എന്തൊക്കെ ചെറിയ ചെറിയ മീനൊക്കെ കാണുന്നുണ്ട്. അപ്പൊ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയൊരു കുളം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത്രയും ചെറിയൊരു കുളമെന്ന് വിചാരിച്ചില്ല. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആഴമുണ്ട്. അതായത് കമ്പിട്ട് കുത്തിക്കഴിഞ്ഞാൽ നല്ല ആഴമുണ്ടെന്നാണ് പറയുന്നത്. അതും എന്തൊക്കെയാ പറയേണ്ടത്, നമ്മളെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇത്രയും ചെറിയൊരു കുളം, അതും വറ്റാതെ കിടക്കുന്നു, അതും ഒരു അത്ഭുതം തന്നെയല്ലേ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ പാറയുടെ ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും നല്ല തണുപ്പ്. കാരണം വെച്ചാൽ ഇന്നിപ്പം നല്ലൊരു ചൂടുള്ള അവസ്ഥയാണ്. കാരണം മഴയൊക്കെ തീരെ കുറവാണ്. എന്നിട്ട് ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇത്ര മുകളിൽ ഈ പാറയുടെ ഇടയ്ക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഈ മരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ചെമ്പകം. ചെമ്പകത്തിൽ പൂവൊന്നും പൂത്തിട്ടില്ല, കാണുന്നില്ല, ഒരു പൂവും കാണുന്നില്ല. ഭാഗത്ത് നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. സെറ്റപ്പാണ്. ഇത്ര ദൂരം കയറി വന്നാലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മളെവിടെ വരുമ്പോൾ കുറച്ച് വേർത്ത് കുളിച്ചിട്ടാണ്. വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കുമ്പോൾ ഇത് തണുപ്പുണ്ട്, നല്ലൊരു തണുപ്പുണ്ട്. ഈ വെള്ളത്തിനാണെങ്കിലും നല്ല തണുപ്പുണ്ട്. അപ്പം ഈ കുളം അത് ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ സാധാരണ പാറയിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിരിക്കും. പക്ഷെ അതുപോലെയല്ല ഇത്. നമ്മൾ എത്ര ഇത് വെച്ച് കഴിഞ്ഞാലും ഇത് വറ്റൂല എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ അധികം കാര്യം പറയാത്ത വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഷൂട്ട് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോഗ്രാഫി എങ്ങനെയുണ്ട്, എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുകയോ അതേപ്പറ്റി കൂടുതൽ കാണിക്കുകയോ ചെയ്യാത്തത്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനും ഇല്ല. ഒരു ദേവീക്ഷേത്രമാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ നമ്മളിത് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു അമ്പലം തന്നെയാണ്. അതായത് നല്ലൊരു സുഖമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കുന്നു. ആദ്യം നമ്മുടെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോറാളി മല എന്ന്. പക്ഷെ കോറാളി മലയിൽ എത്തിയത് ഈ ക്ഷേത്രത്തിലോട്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു അമ്പലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ കാവേരി കുളം ക്ഷേത്രവും. നമ്മൾ ഏകദേശം കുറെ നേരമായി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പൊ തിരിച്ചു പോകുന്ന യാത്ര നമ്മൾ കാണിക്കുന്നില്ല, കാരണം ഇങ്ങോട്ട് വന്ന് നമ്മൾ ഏകദേശം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ കാവേരി കുളവും കോറാളി ക്ഷേത്രവും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.